ഒരു കുടുംബത്തിലെ എട്ടാമനായി ജനിച്ചവൻ വീട്ടിലെ പഴയ ഫ്രിഡ്ജിൽ നിന്നും കേട്ട ശബ്ദത്തിന് ചുവട് വെച്ചു തുടങ്ങി. സഹോദരങ്ങൾക്കൊപ്പം സംഗീതത്തിൽ തരംഗം തീർത്തു. പിന്നീട് ലോകം കണ്ടത് പോപ്പ് രാജാവായി അയാൾ മാറുന്ന കാഴ്ചയാണ്. വർണ്ണവർഗ ജാതി വ്യത്യാസമില്ലാതെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ആരാധകരായി മാറി. പ്രശസ്തിക്കൊപ്പം തന്നെ വിവാദങ്ങളും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. ബാലപീഡകൻ, സ്വവർഗാനുരാഗി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ, അങ്ങനെ നീളുന്നു അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ. സൗന്ദര്യവർദ്ധനയ്ക്കായി ചെയ്ത ശസ്ത്രക്രിയകളും ത്വക്ക് രോഗ പ്രശ്നങ്ങളും വേറെ. ഇതിനെല്ലാം ഇടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം സമയം കണ്ടെത്തി. 1987 പുറത്തിറങ്ങിയ ബാൻഡിലെ ഡേർട്ടി ഡയാനയും ബാൻഡും അടക്കം 5 ഗാനങ്ങൾ ഒരുപോലെ ഹിറ്റായപ്പോൾ മൈക്കിൾ പ്രശസ്തിയുടെ പരകോടിയിലേക്കെത്തി. ഇതിനോടകം തന്നെ ഇപ്പൊ മനസ്സിലായില്ല ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു വന്നതെന്ന്. വേറെ ആരുമല്ല, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട മൈക്കിൾ ജാക്സനെ കുറിച്ച് തന്നെയാണ്. സംഗീതത്താൽ തന്റേതായ ശൈലി കണ്ടെത്തി ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച ആ മഹാപ്രതിഭയാണ് മൈക്കിൾ ജാക്സൺ. 50-ാം വയസ്സിൽ ജാക്സൺ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തന്റേതായ ഒരു ഇടം പിടിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ജാക്സനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സമയം തികയാതെ അത്രയേറെ ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ. മൈക്കിൾ ജാക്സന്റെ വാക്കുകൾ ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ ഹലോ മലയാളത്തിന്റെ വാർത്താ പ്രഭാതം നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. എൻ്റെ കപ്പലിലെ ക്യാപ്റ്റൻ ഞാനാണ്. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും എല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ അന്തിമ തീരുമാനം എൻ്റെതായിരിക്കും. നമ്മളെല്ലാവരും കേൾക്കണം, അല്ലേ? നമ്മളെല്ലാവരെയും കേൾക്കണം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ്, അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ക്രൂഷ്യൽ മൊമെന്റ് ആണെങ്കിൽ ഒത്തിരി പേരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഒത്തിരി പേര് നമ്മളോട് അഭിപ്രായങ്ങൾ പറയാനുമുണ്ടാകും. പക്ഷേ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം. ഒരാളെ കേൾക്കുക എന്നതിനേക്കാൾ വലുത് നമുക്ക് അയാൾക്ക് നൽകാൻ മറ്റൊന്നുമില്ല. പക്ഷേ എന്തിൻ്റെയും അന്തിമ തീരുമാനം അത് നമ്മുടേത് മാത്രമാകണം. ആ തീരുമാനം തെറ്റാവാൻ സാധ്യതയില്ല. ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനമായിരിക്കും നാളത്തെ നമ്മുടെ വിജയം.